പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ഹെയർ ബോ മേക്ക് ചെയ്യുന്ന വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതുപോലെ തന്നെ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഈ ഒരു സെൻറ്റർ ക്ലിപ്പിനാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ബ്ലാക്ക് കളറിലെ പൈപ്പ് ക്ലീനർ ആണ് ഞാനിവിടെ ഈ ഒരു ഐറ്റം ചെയ്യാനായിട്ട് എടുക്കുന്നത്. നന്നായിട്ട് ഈ ഒരു സെൻറ്റർ ക്ലിപ്പിനെ ഈ ഒരു ബ്ലാക്ക് കളർ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയെടുത്ത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ബീഡ്സോ സ്റ്റോൺസോ ഒക്കെ വെച്ച് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. പല കളേഴ്സിൽ ഇതുപോലെ സെൻറ്റർ ക്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഈ ഒരു ക്ലിപ്പിലേക്ക് കുറച്ച് പെറ്റൽസ് ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുപോലുള്ള ഫ്ലവർ മേക്കിങ്ങിനൊക്കെ വീഡിയോസ് കണ്ടുമെടുത്തിട്ടുണ്ടാവും നിങ്ങൾ. അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു പോർഷൻ ഒന്ന് സ്പീഡാക്കിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൊണ്ടുവരാം. അങ്ങനെ കുറച്ചധികം പെറ്റൽസ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൻ്റെ ഒരു ബാക്ക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഇതുപോലെ ഓരോ പെറ്റൽസ് ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ഇതുപോലെ 4 ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി പെറ്റൽസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 4 വീണ്ടും ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓരോ പെറ്റൽസ് ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഫുൾ സർക്കിളല്ല ചെയ്യുന്നത്, ഞാനൊരു ഹാഫ് സർക്കിളാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ക്ലിപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊഞ്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് സ്റ്റോൺ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ആക്കി വെച്ചോളൂ. ഇതുപോലെ മേക്ക് ചെയ്യുന്ന കൂട്ടുകാരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി.